നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക്. സ്വാമി വിവേകാനന്ദൻ ഇനി പുനർജനിക്കില്ലെന്നറിയാം. പക്ഷേ അദ്ദേഹം സംഭാവന ചെയ്ത അറമ്പറ്റിയ ഒരു വാചകമുണ്ട്. കേരളം ഭ്രാന്താലയമാണ്. അത് നമ്മൾ പുനഃസൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. എങ്ങോട്ടാണ് കേരളത്തിൻ്റെ യാത്ര? ആരുടെ വാശികൾക്ക് മുന്നിലാണ് ഈ മലയാള നാടിൻ്റെ പെരുമ തകർന്നടിയുന്നത്? ആരൊക്കെയാണ് ഈ കലാപകലുഷിത സാമൂഹികതയിൽ വിജയം വരിക്കുന്നത്? ആരാണ് ഈ നാടിനെ നഷ്ടപ്പെടുത്തുന്നത്? തീരുമാനങ്ങൾ ധാർഷ്ട്യത്തിൻ്റെതും സമരങ്ങൾ പകപോക്കലിൻ്റെതുമായി മാറുമ്പോൾ മൗനിയായിരുന്ന് എല്ലാം നേടാമെന്നാഗ്രഹിക്കുന്നതും ഈ നാടിനെ സംബന്ധിച്ച് പ്രതിപട്ടികയിൽ തന്നെയാണ്. അതിവൈകാരികതയും വിദ്വേഷവും ഒരു നാടിനെ ഭീകരതയിലേക്ക് ഉയർത്തിവിടുമ്പോൾ ലോക മാധ്യമങ്ങൾ പോലും ദൈവത്തിൻ്റെ സ്വന്തം നാടിനെതിരെ മഷി പുരട്ടുന്നു. ശബരിമല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരവരുടെ വളർച്ചയ്ക്കുള്ള ആയുധമാക്കി മാറ്റുമ്പോൾ യഥാർത്ഥത്തിൽ തകരുന്നത് കേരളം പടുത്തുയർത്തിയ നല്ല പേരാണ്. പിണറായിയുടെ തീരുമാനങ്ങൾ അനുകൂലിച്ചുകൊണ്ട് അട്ടഹസിക്കുന്നവർ, BJPയിലൂടെ സ്വന്തം മതാഭിമാനം സംരക്ഷിക്കപ്പെടുമെന്ന് ചിന്തിക്കുന്നവർ, രണ്ടിലുമില്ലാതെ നാണം കെട്ട രാഷ്ട്രീയ സമീപനത്തിൽ അടയിരിക്കുന്നവർ എല്ലാവരും ഒരുപോലെ പ്രതികളാണ് ഇന്നത്തെ കേരളത്തിൻ്റെ ഈ ദുരവസ്ഥയ്ക്ക്. വോട്ടു രാഷ്ട്രീയമില്ലാത്ത ചിന്താ പദ്ധതികൾ നമ്മുടെ നാട്ടിൽ വിജയിക്കാതെ പോകുന്നു. വെറും 10 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ മേലാളന്മാർ ഈ നാട്ടിൽ എളുപ്പവഴിയിൽ ക്രിയ ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഒരു സംസ്ഥാനത്തിൻ്റെ സർവ്വ ഐശ്വര്യങ്ങളും ഒലിച്ചുപോയ പ്രളയവാരിധിയിൽ നമ്മൾ ഒഴുക്കിയ കണ്ണീരെവിടെ? ലോകത്തിൻ്റെ മുൻപിൽ യാചകവേഷം കെട്ടിയാടി നാം പടുത്തുയർത്താൻ ആഗ്രഹിച്ച, അല്ലെങ്കിൽ നാം പുനർനിർമ്മിക്കാൻ ആഗ്രഹിച്ച ആ കേരളം എവിടെ? 5000 കോടിക്ക് വേണ്ടി ആർത്ത് വിലപിച്ച ഒരു സംസ്ഥാനത്ത് ഒരു സുപ്രീം കോടതി വിധിക്ക് ശേഷം നഷ്ടപ്പെട്ട കോടികൾ എത്ര? ആയിരക്കണക്കിന് പോലീസുകാർ ശാന്തിയുടെ ശരണമന്ത്രങ്ങൾ മുഴങ്ങുന്ന കാനനപാതയിൽ അണിനിരന്നപ്പോൾ നമുക്ക് നഷ്ടമായി കോടികൾ. തുടർച്ചയായി വന്ന ഹർത്താലുകളിലൂടെ സേവന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ദശകോടികൾ നഷ്ടപ്പെടുത്തി നമ്മൾ. പൊതുഗതാഗത സംവിധാനങ്ങളെ കല്ലെറിഞ്ഞുടച്ചപ്പോൾ ഉടഞ്ഞുപോയതും ഈ നാടിൻ്റെ സമ്പദ്ഘടന തന്നെ. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് പറന്നിറങ്ങാൻ ആഗ്രഹിച്ച ടൂറിസ്റ്റുകളെ ഭീകരാവസ്ഥയുടെ പേരിൽ പേടിപ്പിച്ചു വിട്ടു നമ്മൾ. ടൂറിസം രംഗത്ത് 37,000 കോടി രൂപ സമ്പാദിക്കേണ്ട നമ്മൾ അതിലെത്ര കോടി നഷ്ടപ്പെടുത്തി? തീപിടിച്ച ചിന്തകളും ധാർഷ്ട്യത്തിൻ്റെ മരണചിന്തകളും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ നാടിനെ തന്നെയാണ്. കേരളം ഭ്രാന്താലയം മാത്രമല്ല, ഭാവിയിൽ ദരിദ്ര നാരായണന്മാരുടെ നാടായി മാറിയാലും അതിശയപ്പെടാനില്ല. സംഘം ചേർന്നും ഭാഗം ചേർന്നും ഒരു ദിവസത്തെ വികാര വിശപ്പടക്കാൻ പോരടിക്കേണ്ടവരല്ല നമ്മൾ. നമ്മെ നാം അല്ലാതാക്കി തീർക്കുന്ന ഇത്തരം ആളുകൾക്കെതിരെ അതിശക്തമായി പ്രതികരിക്കേണ്ടവരാണ് നമ്മൾ. അത് ശരിയെന്ന് തോന്നിയാൽ നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം.